ഉം. ഒരു വലിയ മൾട്ടിനാഷണൽ ടെക് കമ്പനി പൂർണ്ണമായും തകർച്ചയുടെ വക്കിലാണെന്ന് ഒന്ന് സങ്കൽപ്പിക്കുക. ഓക്കെ. അതായത് ഈ കമ്പനിയുടെ ബുദ്ധിമാന്മാരായ സ്ഥാപകരോ അല്ലെങ്കിൽ സിഇഒയോ എടുത്ത ഒരു തെറ്റായ തീരുമാനമാണ് ഈ തകർച്ചയ്ക്ക് കാരണം. കമ്പനി ഏതാണ്ട് പൂട്ടാൻ പോകുകയാണ്. വലിയൊരു ക്രൈസിസ് ആണല്ലേ? അതെ. ആ സമയത്ത് ഈ വലിയ കമ്പനിയെ രക്ഷിക്കുന്നത് ആരായിരിക്കും? കോഡിംഗ് അറിയാവുന്ന എഞ്ചിനീയർമാരല്ല, പകരം അക്ഷരം പോലും അറിയാത്ത അവിടെ നിലം തുടയ്ക്കുന്ന ഒരു സാധാരണക്കാരനാണ് കമ്പനിയെ രക്ഷിക്കുന്നതെങ്കിലോ? അത് ശരിക്കും ഒരു അവിശ്വസനീയമായ കഥ പോലെ തോന്നാം, സിനിമയിലൊക്കെ നടക്കുന്ന പോലെ. കൃത്യമായിട്ട്. എന്നാൽ ചരിത്രത്തിൽ ശരിക്കും അങ്ങനെയൊന്ന് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ആഴത്തിലുള്ള അന്വേഷണത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അതെ, ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് വളരെ രസകരമായ കുറച്ച് ഉറവിടങ്ങളാണ്. ചരിത്രരേഖകൾ, കാത്തോലിക് എൻസൈക്ലോപീഡിയ, ചില പ്രഭാഷണങ്ങൾ, പിന്നെ ഫെലോഷ്യൻ വില്ലേജ് ബ്ലോഗ് എന്നിങ്ങനെ പലതരം വിവരങ്ങളുടെ വലിയൊരു ശേഖരം തന്നെയുണ്ട്. പുതിയ കാര്യങ്ങൾ ആഴത്തിൽ പഠിക്കാൻ താൽപ്പര്യമുള്ള, എന്നാൽ വെറുതെ കുറെ വിവരങ്ങൾ കേട്ട് തലവുണ്ണാക്കാൻ ഇഷ്ടപ്പെടാത്ത നിങ്ങളെപ്പോലുള്ളൊരാൾക്ക് വേണ്ടി ഇതിൽ നിന്ന് ഏറ്റവും മികച്ച ആശയങ്ങൾ ഞങ്ങളിവിടെ വേർതിരിച്ചെടുക്കുകയാണ്. അതെ, ശരിക്കും ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പടുക്കപ്പെട്ടത് രണ്ട് തരം മനുഷ്യരിലൂടെയാണ്. വലിയ ആശയങ്ങൾ രൂപപ്പെടുത്തിയ ബുദ്ധിജീവികളിലൂടെയും പിന്നെ ആ ആശയങ്ങൾ തെരുവുകളിൽ ജീവിച്ചു കാണിച്ച സാധാരണക്കാരിലൂടെയും. അതെ, ഇന്ന് നമ്മൾ സഭയുടെ അടിസ്ഥാനശിലകളായ അതിബുദ്ധിമാന്മാരായ സഭാപിതാക്കന്മാരെയും എന്നാൽ തീർത്തും സാധാരണക്കാരനായ ഒരു കർഷകനെയും, അതായത് കാൻഡലീസിലെ വിശുദ്ധ ഫെലിക്സിനെയും മുഖാമുഖം നിർത്തുകയാണ്. വളരെ രസകരമായൊരു താരതമ്യമാണത്. ശരിക്കും ഈ വലിയ ബുദ്ധിജീവികളെക്കാൾ ലോകത്തെ സ്വാധീനിച്ചത് ഈ സാധാരണക്കാരനാണോ? അതൊരു വലിയ ചോദ്യമാണ്. ഈ ഉറവിടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും കൗതുകകരമായി തോന്നുന്നൊരു കാര്യമുണ്ട്. എന്താണത്? ഒരു വലിയ സാമ്രാജ്യം അല്ലെങ്കിൽ ഒരു വലിയ കെട്ടിടം നിർമ്മിക്കുമ്പോൾ അതിന് കൃത്യമായ ബ്ലൂ പ്രിന്റ് വരയ്ക്കുന്ന ആർക്കിടെക്ചറുകൾ വേണം, അല്ലേ? തീർച്ചയായും. പക്ഷെ ആ പ്ലാൻ നോക്കി വെയിലത്ത് നിന്ന് കല്ലും മണ്ണും ചുമന്ന് കെട്ടിടം പണിയുന്ന തൊഴിലാളികളില്ലെങ്കിൽ ആ പ്ലാൻ വെറുമൊരു കടലാസ് മാത്രമാണ്. ചരിത്രം പരിശോധിച്ചാൽ ഈ രണ്ട് വിഭാഗം ആളുകളുടെയും പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. ശരിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഈ ആർക്കിടെക്റ്റുകൾ, അതായത് ബുദ്ധിജീവികൾ, അവരെക്കുറിച്ചാണോ ആദ്യം പറയുന്നത്? അതെ, അവരെയാണ് സഭാചരിത്രത്തിൽ സഭാപിതാക്കന്മാർ അഥവാ ചർച്ച് ഫാദേഴ്സ് എന്ന് വിളിക്കുന്നത്. കാത്തലിക് എൻസൈക്ലോപീഡിയ ഇതിനെ വളരെ കൃത്യമായി നിർവചിക്കുന്നുണ്ട്. വെറുതെ സഭയെ നയിച്ച കുറെ ബിഷപ്പുമാരെന്നല്ലേ ഇതിനർത്ഥം. മറിച്ച് സഭയെ ബൗദ്ധികമായി, ഇന്റലക്ച്വലായി മുന്നോട്ട് നയിച്ചവരാണവർ. ഓ, അപ്പോൾ ഇതിനൊരു കൃത്യമായ മാനദണ്ഡമുണ്ടല്ലേ? തീർച്ചയായും. ഒരാളെ സഭാപിതാവായി കണക്കാക്കണമെങ്കിൽ പ്രധാനമായും 4 കാര്യങ്ങൾ നിർബന്ധമാണ്. ഏതൊക്കെയാണത്? ഒന്നാമതായി ഓർത്തഡോക്സ് സിദ്ധാന്തങ്ങൾ, അതായത് ഒറിജിനൽ ആശയങ്ങളിൽ നിന്നുള്ള വ്യതിചലനമില്ലാത്ത സദ്വിശ്വാസമുണ്ടായിരിക്കണം. രണ്ടാമതായി വിശുദ്ധിയുള്ള ജീവിതം. ഓക്കേ. മൂന്നാമതായി പ്രാചീനത, അതായത് ആദ്യ നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്നവരാകണം. ഏറ്റവും അവസാനമായി സഭയുടെ ഔദ്യോഗിക അംഗീകാരവും വേണം. ഒരു നിമിഷം. അപ്പോൾ വെറുതെ കുറെ കട്ടിയുള്ള പുസ്തകങ്ങൾ എഴുതിയതുകൊണ്ടോ അല്ലെങ്കിൽ വലിയ പ്രസംഗങ്ങൾ നടത്തിയതുകൊണ്ടോ മാത്രം ആരും സഭാപിതാവാകില്ല, അല്ലേ? ഒരിക്കലുമില്ല. ഈ 4 കാര്യങ്ങളും ഒരുമിച്ച് വരണം. പക്ഷെ ഇവിടെ എനിക്കൊരു സംശയമുണ്ട്. നമ്മൾ മനുഷ്യരല്ലേ? എത്ര വലിയ ബുദ്ധിമാന്മാരാണെങ്കിലും അവർക്ക് വ്യക്തിപരമായ അഭിപ്രായങ്ങളുണ്ടാവില്ലേ? സ്വാഭാവികമായും. അപ്പോൾ അവരൊക്കെ എഴുതിവെച്ചത് മുഴുവൻ ശരിയാണെന്ന് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും? അവിടെയാണ് സെന്റ് വിൻസെന്റ് ഓഫ് ലെറിൻസ് എന്ന് പറയുന്ന 5-ാം നൂറ്റാണ്ടിലെ പിതാവ് കൊണ്ടുവന്ന വളരെ പ്രശസ്തമായ ഒരു നിയമം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓ, എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ്: എവിടെയും എപ്പോഴും എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട കാര്യങ്ങൾ എന്താണോ അതാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനമെന്ന്. വാവ്, കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണല്ലോ. അതെ, ഇത് കേൾക്കുമ്പോൾ ലളിതമായി തോന്നാമെങ്കിലും ഇതിന്റെ അർത്ഥം വളരെ വലുതാണ്. വ്യക്തിപരമായ അഭിപ്രായങ്ങളോ പുതിയ കണ്ടുപിടുത്തങ്ങളോ അല്ല, മറിച്ച് ലോകമെമ്പാടും സാർവത്രികമായി അംഗീകരിക്കപ്പെട്ട പാരമ്പര്യങ്ങളാണ് അവിടെ പ്രധാനം. അപ്പോൾ പുതിയ തിയറികൾ ഉണ്ടാക്കാൻ പാടില്ല എന്നാണോ? അതെ, ഈ പിതാക്കന്മാർ ചെയ്തത് പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയായിരുന്നില്ല, മറിച്ച് സഭയുടെ ഒറിജിനൽ ഐഡിയകളെ മറ്റു ചിലർ വളച്ചൊടിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ ബൗദ്ധികമായി പ്രതിരോധിച്ച് സംരക്ഷിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ സഭാപിതാക്കന്മാരെന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തെ ഒരു വലിയ ടെക് കമ്പനിയുടെ ചീഫ് സോഫ്റ്റ്വെയർ ആർക്കിടെക്റ്റുകളെ പോലെയാണ്. നല്ലൊരു ഉപമയാണത്. അതായത്
ഒരു സോഫ്റ്റ്വെയർ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിന്റെ അടിസ്ഥാന കോഡ് അല്ലെങ്കിൽ സോഴ്സ് കോഡ് എഴുതുന്നത് അവരാണ്. ആ കോഡിൽ ചെറിയൊരു തെറ്റു പറ്റിയാൽ, ഒരു കോമ മാറിയാൽ മതി, സിസ്റ്റം മുഴുവൻ തകരും, എറർ അടിക്കും. ശരിയാണ്, വളരെ സൂക്ഷ്മത വേണ്ട കാര്യമാണ്. അതുകൊണ്ട് അവർ വളരെ സൂക്ഷ്മതയോടെയാണ് ഓരോ വരിയും എഴുതുന്നത്. പക്ഷേ അങ്ങനെയെങ്കിൽ ഈ കോഡ് എഴുതുന്നതിനിടയിൽ ഇത്രയും ബുദ്ധിമാന്മാരായ ഈ ആളുകൾക്കിടയിൽ എപ്പോഴെങ്കിലും വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എല്ലാവരും എപ്പോഴും ഒരേ മനസ്സോടെയാണോ പ്രവർത്തിച്ചത്? ഒരിക്കലുമല്ല. വാസ്തവത്തിൽ ആദ്യ നൂറ്റാണ്ടുകളിലെ ചരിത്രമെന്നതു തന്നെ വലിയ ബൗദ്ധിക പോരാട്ടങ്ങളുടെ ചരിത്രമാണ്. ശരിക്കും? അതെ. പ്രത്യേകിച്ച് കിഴക്കൻ സഭയും പടിഞ്ഞാറൻ സഭയും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ ഇത് വളരെ വ്യക്തമാകും. നമ്മൾ ഈ ഉറവിടങ്ങൾ പരിശോധിച്ചാൽ ഒരു കാര്യം കാണാം. ഗ്രീക്ക് സംസ്കാരത്തിന്റെ പശ്ചാത്തലമുള്ള കിഴക്കൻ സഭ വളരെ വേഗത്തിലാണ് വളർന്നത്. അതിന് കാരണമെന്താണ്? കാരണം ഗ്രീക്കുകാർക്ക് പൊതുവെ തത്വചിന്തയോട്, അതായത് ഫിലോസഫിയോട് വലിയ താൽപ്പര്യമായിരുന്നു. അവർ ഓരോ ചെറിയ കാര്യത്തെക്കുറിച്ചും അതിസങ്കീർണമായ ചർച്ചകൾ നടത്തി. യേശുക്രിസ്തു ദൈവമാണോ മനുഷ്യനാണോ എന്നൊക്കെ അവർ ലോജിക് ഉപയോഗിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഫിലോസഫി അധികമാകുമ്പോൾ പ്രശ്നമാണല്ലോ. അതെ. ഉദാഹരണത്തിന് ആര്യനിസം എന്ന വലിയൊരു പ്രതിസന്ധി സഭയിലുണ്ടായി. അത് തുടങ്ങുന്നത് വളരെ ലളിതമായൊരു ലോജിക്കിൽ നിന്നാണ്. എന്തായിരുന്നു ആ ലോജിക്ക്? അവർ ചിന്തിച്ചു, യേശു ജനിച്ചതാണെങ്കിൽ അതിനർത്ഥം അദ്ദേഹം ജനിക്കുന്നതിന് മുൻപ് അവിടെ ഇല്ലായിരുന്നു എന്നല്ലേ? അങ്ങനെയെങ്കിൽ അദ്ദേഹം പൂർണ്ണമായും ദൈവമല്ലല്ലോ എന്ന്. ഓ, അതൊരു കുഴക്കുന്ന ചോദ്യമാണല്ലോ. അതെ. ഈ ഒറ്റ ചോദ്യം കേൾക്കുമ്പോൾ വളരെ ലോജിക്കലെന്ന് തോന്നുന്ന ഈ ചോദ്യം അന്നത്തെ റോമൻ സാമ്രാജ്യത്തെ തന്നെ രണ്ടായി പിളർക്കാൻ മാത്രം ശക്തിയുള്ള ഒന്നായിരുന്നു. അമിതമായ ഈ ബുദ്ധിപരമായ അന്വേഷണങ്ങൾ പലപ്പോഴും അവരെ ഇത്തരത്തിലുള്ള പാഷണ്ഡിതകളിലേക്ക്, അതായത് സദ്വിശ്വാസത്തിൽ നിന്നുള്ള വ്യതിചലനങ്ങളിലേക്ക്. കൃത്യമായിട്ട്. അപ്പോൾ ഈ ഗ്രീക്കുകാർ അവരുടെ ലോജിക് വെച്ച് കോഡ് മുഴുവൻ മാറ്റി എഴുതാൻ ശ്രമിച്ച് സിസ്റ്റം മുഴുവൻ ക്രാഷാക്കി എന്ന് പറയാം. അങ്ങനെയെങ്കിൽ പടിഞ്ഞാറൻ സഭയുടെ കാര്യമോ? കിഴക്കൻ സഭ ഇങ്ങനെ ഓരോ പുതിയ തിയറികൾ കൊണ്ടുവന്ന പ്രശ്നമുണ്ടാക്കുകയായിരുന്നെങ്കിൽ ലാറ്റിൻ പശ്ചാത്തലമുള്ള പടിഞ്ഞാറൻ സഭ എങ്ങനെയാണിതിന് നേരിട്ടത്? പടിഞ്ഞാറൻ സഭ അവിടെ വളരെ വ്യത്യസ്തമായിരുന്നു. അവർ താരതമ്യേന സാവധാനമാണ് വളർന്നതെങ്കിലും റോമൻ സംസ്കാരത്തിന്റെ ഒരു പ്രായോഗികത അവർക്കുണ്ടായിരുന്നു. പ്രാക്ടിക്കലായ ചിന്താഗതി. അതെ. അഗസ്റ്റിൻ, ജെറോം, ലിയോ എന്നിവരെ പോലുള്ള പടിഞ്ഞാറൻ പിതാക്കന്മാർ കിഴക്കൻ സഭയിലെ പോലെ അതിസങ്കീർണമായ ഊഹാപോഹങ്ങൾക്ക് പിറകെ പോയില്ല. പകരം സഭയുടെ പാരമ്പര്യത്തെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ വ്യക്തവും പ്രായോഗികവുമായ നിയമങ്ങളായി നിർവചിക്കാൻ അവർ ശ്രമിച്ചു. ഒരു ഉദാഹരണം പറയാമോ? തീർച്ചയായും. തൃത്വത്തെക്കുറിച്ചുള്ള, അതായത് ഹോളി ട്രിനിറ്റിയെക്കുറിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ കിഴക്കൻ സഭക്കാർ ഇതിനെ ഫിസിക്സും കണക്കും വച്ച് വിശദീകരിക്കാൻ ശ്രമിച്ച് ആശയക്കുഴപ്പത്തിലെത്തിയപ്പോൾ പടിഞ്ഞാറൻ പിതാക്കന്മാർ ദൈവത്തിന്റെ ഏകത്വത്തിൽ ഊന്നിക്കൊണ്ട് വ്യക്തമായ നിർവചനങ്ങൾ നൽകി. ഓ, അവർ പ്രശ്നങ്ങൾ കോംപ്ലക്സ് ആക്കുന്നതിനു പകരം അത് പരിഹരിക്കാനാണ് നോക്കിയത്. അതെ. പ്രശ്നങ്ങൾ വലുതാക്കുന്നതിനു പകരം അത് പരിഹരിക്കുന്നതിലാണ് അവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നത് വെച്ച് നോക്കിയാൽ കിഴക്കൻ സഭക്കാർ വേഗത്തിൽ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുകയും വലിയ റിസ്ക് എടുക്കുകയും ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി പോലെയാണ്. ശരിയാണ്. അവരെപ്പോഴും പുതിയ ഐഡിയകൾ കൊണ്ടുവരും, പക്ഷെ അത് ചിലപ്പോൾ വലിയ പരാജയങ്ങളിൽ ചെന്നെത്തും. എന്നാൽ പടിഞ്ഞാറൻ സഭക്കാർ ഓരോ കാര്യവും കൃത്യമായി പരിശോധിച്ച് സിസ്റ്റത്തിൽ ബഗ്ഗുകൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു ക്വാളിറ്റി അഷ്വറൻസ് അഥവാ QA ടീമിനെ പോലെയാണ്. അവർക്ക് വേഗത കുറവായിരിക്കാം, പക്ഷേ അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടായിരിക്കും. അതൊരു മികച്ച ഉപമയാണ്. പക്ഷെ അവിടെ ഒരു ചെറിയ വ്യത്യാസം കൂടിയുണ്ട്. ഈ പടിഞ്ഞാറൻ സഭ വെറുമൊരു ലാബിലിരുന്ന് കോഡ് ചെക്ക് ചെയ്യുന്ന ക്വാളിറ്റി അഷ്വറൻസ് ടീമായിരുന്നില്ല. പിന്നെ എന്തായിരുന്നു അവരുടെ അവസ്ഥ? അവർ ജീവിച്ചിരുന്ന സാഹചര്യം വളരെ ഭയാനകമായിരുന്നു. റോമൻ സാമ്രാജ്യം പുറത്തുനിന്നുള്ള ശത്രുക്കളുടെ ആക്രമണത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. ചുറ്റും കൊള്ളയും കൊലപാതകവുമൊക്കെ നടക്കുന്നു. ഓ, അത്രയും വലിയ പ്രതിസന്ധിയായിരുന്നോ? അതെ. ആ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിക്കിടയിലാണ് സെന്റ് അഗസ്റ്റിനെ പോലുള്ളവർ സഭയുടെ അടിസ്ഥാനശിലകൾ പാകുന്നത്. അതുകൊണ്ട് അവർക്ക് ഈ തത്വചിന്തകൾ വെറുതെ ചർച്ച ചെയ്യാനുള്ളതായിരുന്നില്ല, മറിച്ച് ഒരു സാമ്രാജ്യം തകരുമ്പോൾ ജനങ്ങളെ ഒരുമിപ്പിച്ച് നിർത്താനുള്ള പ്രായോഗിക ആയുധം കൂടിയായിരുന്നു. വാവ്! അപ്പോൾ ആർക്കിടെക്റ്റുകൾ അവരുടെ ജോലി ഭംഗിയായി ചെയ്തു എന്ന് നമുക്ക് മനസ്സിലായി. ഈ വലിയ ബുദ്ധിപരമായ ചർച്ചകളും തിയോളജിയുമൊക്കെ സഭയുടെ അടിത്തറ ഭദ്രമാക്കി. അതെ. എന്നാൽ എന്റെ ചോദ്യം അതല്ല. എനിക്ക് മുൻപ് നമ്മൾ പറഞ്ഞ ആ തൊഴിലാളികളെക്കുറിച്ചറിയണം. അതായത്
എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയുമുള്ള സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് ഇതൊക്കെ എങ്ങനെയാണ് അവരുടെ ദൈനംദിന ജീവിതത്തെ ബാധിച്ചത്? അതൊരു നല്ല ചോദ്യമാണ്. ഈ വലിയ തിയറികൾ സാധാരണ മനുഷ്യന്റെ വിശപ്പകറ്റുമോ? AC റൂമിലിരുന്ന് കോഡ് എഴുതിയാൽ മാത്രം മതിയോ? അത് ആപ്പായി ജനങ്ങളുടെ ഫോണിലെത്തുമ്പോൾ എങ്ങനെയിരിക്കും? അതാണ് എനിക്കറിയേണ്ടത്. കൃത്യമായി പറഞ്ഞാൽ അവിടെയാണ് ഈ അന്വേഷണത്തിന്റെ ഏറ്റവും സുപ്രധാനമായ വഴിതിരിവ്. നമ്മൾ ബുദ്ധിജീവികളെക്കുറിച്ച് സംസാരിച്ചു. ഇനി നമുക്ക് പൂർണ്ണമായും വ്യത്യസ്തനായ ഒരാളിലേക്ക് വരാം. അതാണ് നമ്മൾ ആദ്യം സൂചിപ്പിച്ച ആ തൊഴിലാളി. അതെ, കാൻഡലീസിലെ വിശുദ്ധ ഫെലിക്സ്. അതെ, 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കാൻഡലീസിലെ വിശുദ്ധ ഫെലിക്സ്. അഗസ്റ്റിനെയും ജെറോമിനെയും പോലെയുള്ള ആളുകൾ വലിയ ഗ്രന്ഥങ്ങൾ എഴുതിയപ്പോൾ ഫെലിക്സിന് അക്ഷരം പോലും അറിയില്ലായിരുന്നു. അദ്ദേഹം ഇറ്റലിയിലെ വളരെ പാവപ്പെട്ട ഒരു കർഷകനായിരുന്നു. അക്ഷരം പോലും അറിയാത്തൊരു കർഷകൻ. എങ്ങനെയാണ് ഇദ്ദേഹം സഭയുടെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു സ്വാധീനമായി മാറിയത്? ഫെലിക്സിന്റെ ജീവിതം മാറുന്നത് ഒരു അപകടത്തിലൂടെയാണ്. അദ്ദേഹം ചെറുപ്പത്തിൽ ഒരു കൃഷിയിടത്തിൽ നിലമൊഴുകുകയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ വണ്ടിക്കാളകൾ വിരണ്ടോടി. അയ്യോ, എന്നിട്ട്? വളരെ ഭാരമുള്ള ആ വലിയ മരക്കലപ്പ അദ്ദേഹത്തിന്റെ ശരീരത്തിനു മുകളിലൂടെ കയറിയിറങ്ങി. ആ കാലഘട്ടത്തിൽ അങ്ങനെ സംഭവിച്ചാൽ ഒരാൾ മരിച്ചുപോവുകയോ അല്ലെങ്കിൽ ആയുഷ്കാലം മുഴുവൻ കിടപ്പിലാവുകയോ ആണ് പതിവ്. സ്വാഭാവികം. ആ രംഗം ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ചെളി നിറഞ്ഞ ആ പാടത്ത് അദ്ദേഹം വീണുകിടക്കുന്നു. പക്ഷെ അത്ഭുതകരമായി അദ്ദേഹത്തിന് ഒരു പോറൽ പോലും ഏറ്റില്ല. അവിശ്വസനീയമാണ്. അതെ, തനിക്ക് ലഭിച്ച ഈ പുതിയ ജീവൻ വെറുതെ കളയാനുള്ളതല്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അത് ദൈവത്തിന് സമർപ്പിക്കാൻ തീരുമാനിച്ചുകൊണ്ട് അദ്ദേഹം കപ്പൂച്ചിൻ സഭയിൽ ഒരു സാധാരണ സന്യാസിയായി ചേർന്നു. അവിടെയാണ് ഫെലിക്സ് എന്ന മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന് സഭ നൽകിയ ചുമതല ക്യൂസ്റ്റർ എന്നതായിരുന്നു. ക്യൂസ്റ്റർ എന്ന് പറഞ്ഞാ? അതായത് സന്യാസിമാർക്കും അനാഥർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി റോമിലെ തെരുവുകളിൽ ഭിക്ഷയാചിക്കാൻ പോകുന്ന ആൾ. 40 വർഷത്തോളം, അതായത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സിംഹഭാഗവും അദ്ദേഹം ഈ ഒരു ഒറ്റ ജോലിയാണ് ചെയ്തത്. 40 വർഷമോ? അതെ, വെയിലായാലും മഴയായാലും ചെരുപ്പിടാതെ തോളിലൊരു ഭാണ്ഡവുമായി റോമിലെ തെരുവുകളിലൂടെ അദ്ദേഹം നടന്നു. ആരെന്ത് നൽകിയാലും, ഇനിയിപ്പോ ആരെങ്കിലും മുഖത്തു നോക്കി കളിയാക്കിയാൽ പോലും അദ്ദേഹം ചിരിച്ചുകൊണ്ട് ഒരൊറ്റ കാര്യമേ പറയുമായിരുന്നുള്ളൂ: ദിയോ ഗ്രാഷ്യാസ്. അതെ, ദിയോ ഗ്രാത്യാസ്, അതായത് ദൈവത്തിന് സ്തുതി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ സ്വഭാവം കണ്ട് റോമിലെ ആളുകൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ ബ്രദർ ദിയോ ഗ്രാത്യാസ് എന്ന് വിളിക്കാൻ തുടങ്ങി. അത് വളരെ മനോഹരമായൊരു പേരാണല്ലോ. പക്ഷേ ഒരു നിമിഷം, ഞാൻ ഇതിനെക്കുറിച്ച് വായിച്ച രേഖകളിൽ അദ്ദേഹം സ്വയം വിളിച്ചിരുന്ന പേര് മറ്റൊന്നാണല്ലോ. എന്തായിരുന്നു അത്? അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചിരുന്നത് കഴുത സഹോദരൻ അഥവാ ബ്രദർ ആസ് എന്നാണ്. എനിക്കിവിടെ ശരിക്കുമൊരു എതിരഭിപ്രായമുണ്ട്. സ്വയം കഴുത എന്ന് വിളിക്കുകയോ? അത് കേൾക്കുമ്പോൾ ഒരുപക്ഷേ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ടോക്സിക്കായ ഒരുതരം അപകർഷതാബോധം പോലെയല്ലേ തോന്നുന്നത്? തനിക്ക് യാതൊരു വിലയുമില്ല എന്ന് സ്വയം വിശ്വസിപ്പിക്കുന്ന ഒരാളെ സഭ എന്തിനാണ് ഒരു റോൾ മോഡലായി അല്ലെങ്കിൽ ഒരു വിശുദ്ധനായി ആഘോഷിക്കുന്നത്? നമ്മൾ ഇന്നത്തെ കാലത്തെ ചിന്താഗതി വെച്ചു നോക്കുമ്പോൾ അങ്ങനെ തോന്നാം. പക്ഷേ അതിന്റെ പിന്നിലെ തിയോളജിക്കലായ അർത്ഥം വളരെ ആഴമുള്ളതാണ്. ഇത് അപകർഷതാബോധമല്ല, മറിച്ച് ഈഗോ അല്ലെങ്കിൽ അഹംഭാവം പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന്റെ ഏറ്റവും ഉയർന്ന രൂപമാണ്. എങ്ങനെയെന്ന് വ്യക്തമാക്കാമോ? അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഒരു കഴുതയുടെ പണി എന്താണ്? അത് ചോദ്യങ്ങൾ ചോദിക്കില്ല. അത് മറ്റുള്ളവർക്ക് വേണ്ടി ഭാരം ചുമക്കും. താൻ സഭയ്ക്ക് വേണ്ടി, പാവങ്ങൾക്ക് വേണ്ടി ഭാരം ചുമക്കാൻ മാത്രം വിധിക്കപ്പെട്ടൊരു കഴുതയാണെന്നും താൻ മനുഷ്യരുടെ പ്രശംസ അർഹിക്കുന്നില്ലെന്നും അദ്ദേഹം ആത്മാർത്ഥമായി വിശ്വസിച്ചു. ഓ, സ്വന്തം ഈഗോ മാറ്റിവെക്കുകയായിരുന്നു അദ്ദേഹം. അതെ, വാസ്തവത്തിൽ 40 വർഷം ചിരിപ്പിടാതെ നടന്ന് അദ്ദേഹത്തിന്റെ കാലുകളിൽ വളരെ ആഴത്തിലുള്ള, ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകളുണ്ടായിരുന്നു. ആ ഭയാനകമായ വേദന വകവയ്ക്കാതെയാണ് അദ്ദേഹം തെരുവുകളിൽ പാവങ്ങൾക്ക് വേണ്ടി നടന്നത്. വല്ലാത്തൊരു ഡെഡിക്കേഷൻ തന്നെ. ഇവിടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അത്ഭുതകരമായ മറ്റൊരു കാര്യമുണ്ട്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയും കാലം മുറിവുകളാൽ നിറഞ്ഞിരുന്ന ആ കാലുകൾ പെട്ടെന്ന് ചെറിയ കുട്ടികളുടേതുപോലെ വളരെ മൃദുവായി മാറിയെന്ന് രേഖകൾ പറയുന്നു. വാവ്! തന്റെ ശരീരത്തെ ഒരു കഴുതയെപ്പോലെ പണിയെടുപ്പിച്ചതിന് ദൈവം നൽകിയ അംഗീകാരമായിട്ടാണ് വിശ്വാസികൾ ഇതിനെ കാണുന്നത്. അതൊരു വല്ലാത്ത അനുഭവമാണ്. പക്ഷേ എനിക്കിപ്പോഴും ഒരു കാര്യം വ്യക്തമാകുന്നില്ല. എന്താണ്? നമ്മളെ പഠനം തുടങ്ങിയത് അഗസ്റ്റീനെയും ജെറോമിനെയും പോലുള്ള വലിയ ചിന്തകരെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ്.
സഭയുടെ സങ്കീർണമായ ഡോഗ്മകൾ രൂപപ്പെടുത്തിയവരാണവർ. എന്നിട്ടിപ്പോൾ അക്ഷരമറിയാത്ത സ്വയം കഴുത എന്ന് വിളിക്കുന്ന ഒരാളെക്കുറിച്ച് നമ്മൾ ഇത്രയും സമയം ചർച്ച ചെയ്യുന്നു. ഈ വലിയ ബുദ്ധിജീവികൾക്കിടയിൽ ഇദ്ദേഹത്തിന് എന്താണ് ഇത്ര പ്രസക്തി? ഇത് കേൾക്കുന്ന ശ്രോതാവിനും ഒരുപക്ഷെ ഇതേ സംശയം തോന്നും. ഈ കർഷകൻ ചരിത്രത്തിൽ എന്തു വലിയ മാറ്റമാണുണ്ടാക്കിയത്? വളരെ കൃത്യമായ ചോദ്യം. ആ വലിയ പുസ്തകങ്ങളെക്കാൾ സഭയെ ഒരു ഘട്ടത്തിൽ രക്ഷിച്ചത് ഒരുപക്ഷേ ഈ ലളിതമായ ജീവിതമാണ് എന്നതാണ് സത്യം. ശരിക്കും അതെങ്ങനെ? ഈ ഉറവിടങ്ങളെല്ലാം ചേർത്തുവെച്ച് വിശകലനം ചെയ്യുമ്പോൾ നമുക്കതിന്റെ ചരിത്രപരമായ പശ്ചാത്തലം വ്യക്തമാകും. ഫെലിക്സ് ജീവിച്ചിരുന്ന സമയം എന്ന് പറയുന്നത് 16-ാം നൂറ്റാണ്ടാണ്. അതായത് പ്രൊട്ടസ്റ്റന്റ് നവീകരണം വളരെ ശക്തമായി നടക്കുന്ന സമയം. ഓ, സഭയിൽ വലിയ മാറ്റങ്ങൾ നടക്കുന്ന സമയമാണത്. അതെ, ആ സമയത്ത് കപ്പൂച്ചൻ സഭ വളരെ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിരുന്നത്. അവരുടെ ഏറ്റവും വലിയ നേതാവായിരുന്ന ഓർഡറിന്റെ ജനറൽ സുപ്പീരിയറായിരുന്ന ബെർണാഡിനോ ഉക്കിനോ പെട്ടെന്ന് കത്തോലിക്കാ സഭ വിട്ട് പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിലേക്ക് മാറി. ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ കമ്പനിയുടെ സിഇഒ പെട്ടെന്ന് എതിരാളികളുടെ കമ്പനിയിലേക്ക് മാറിയാൽ എന്താകും അവസ്ഥ? PR അല്ലെങ്കിൽ കോർപ്പറേറ്റ് മാനേജ്മെന്റ് ഫീൽഡിൽ ജോലി ചെയ്യുന്ന നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഇതിന്റെ ഗൗരവം വേഗം മനസ്സിലാകും. ഇതൊരു വലിയ ബ്രാൻഡ് ക്രൈസിസ് അല്ലേ? ബ്രാൻഡ് ക്രൈസിസ് എന്ന് പറഞ്ഞാൽ പോരാ, അന്നത്തെ കാലത്തത് രാജ്യദ്രോഹത്തിന് തുല്യമായിരുന്നു. സഭയുടെ അധികാരികൾ കപ്പൂച്ചൻ സന്യാസിമാരെ മുഴുവൻ പാഷണ്ഡികളാണെന്ന് സംശയിക്കാൻ തുടങ്ങി. അതായത് ഈ സഭയിലുള്ളവരൊക്കെ തെറ്റായ വിശ്വാസക്കാരാണെന്ന് അവർ കരുതി. അതെ, ആളുകൾ ഈ സന്യാസിമാരെ തെരുവിൽ കാണുമ്പോൾ കല്ലെറിയുകയും മുഖത്ത് തുപ്പുകയും ചെയ്യുന്ന അവസ്ഥയായി. മാർപ്പാപ്പ ആ ഓർഡർ തന്നെ പൂട്ടിക്കെട്ടാൻ തീരുമാനിക്കുന്നതിന് തൊട്ടടുത്തുവരെ എത്തിക്കാര്യങ്ങൾ. അപ്പോൾ ആ ടെക് കമ്പനി പൂട്ടാൻ പോകുന്ന അവസ്ഥ. കൃത്യമായിട്ട്. ആ പ്രതിസന്ധിയിൽ പുസ്തകങ്ങളിലൂടെയോ പ്രസംഗങ്ങളിലൂടെയോ ഒരു പ്രസ് റിലീസിലൂടെയോ ആ വിശ്വാസം തിരികെ കൊണ്ടുവരാൻ കഴിയില്ലായിരുന്നു. അവിടെയാണ് ഫെലിക്സ് എന്ന ഈ സാധാരണക്കാരൻ രക്ഷകനായത്. അദ്ദേഹം എന്താണ് ചെയ്തത്? റോമിലെ തെരുവുകളിലൂടെയുള്ള അദ്ദേഹത്തിന്റെ ഇടപെടൽ അവിടെ വലിയ മാറ്റമുണ്ടാക്കി. ആളുകൾ കല്ലെറിയുമ്പോഴും പാഷണ്ടി എന്ന് വിളിച്ച് അധിക്ഷേപിക്കുമ്പോഴും അദ്ദേഹം യാതൊരു ദേഷ്യവുമില്ലാതെ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് ദിയോ ഗ്രാഷ്യാസ് എന്ന് പറഞ്ഞു. അത് ജനങ്ങളെ സ്വാധീനിച്ചോ? തീർച്ചയായും. ആ വിശുദ്ധിയും സ്നേഹവും ആ നിഷ്കളങ്കതയും ജനങ്ങളുടെ ഹൃദയം കീഴടക്കി. അദ്ദേഹത്തിന്റെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഈ ഇടപെടൽ ജനങ്ങളെ ചിന്തിപ്പിച്ചു. ഇത്രയും വിശുദ്ധനായൊരാൾ ഉൾപ്പെടുന്നൊരു സഭ എങ്ങനെയാണ് തെറ്റാവുന്നത് എന്ന്. അപ്പോൾ ഈ അക്ഷരമറിയാത്ത മനുഷ്യന്റെ ലളിതമായ ജീവിതമാണ് ആ സഭയെ രക്ഷിച്ചത്. അവിശ്വസനീയമായ കാര്യമാണത്. ഒരു വലിയ സ്ഥാപനത്തെ ഒരു സാധാരണക്കാരൻ രക്ഷിച്ചു എന്നത് വെറുമൊരു കഥയല്ല. അതെ, അതൊരു ചരിത്ര സത്യമാണ്. എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയ മറ്റൊരു കാര്യം അദ്ദേഹവും വിശുദ്ധ ഫിലിപ്പ് നേരിയും തമ്മിലുള്ള സൗഹൃദമാണ്. ഈ രണ്ടുപേരും റോമിലെ ഏറ്റവും പ്രശസ്തരായ പുണ്യവാളന്മാരായിരുന്നു. ജനങ്ങൾ അവരെ വലിയ ബഹുമാനത്തോടെയാണ് കണ്ടിരുന്നത്. വലിയ സുഹൃത്തുക്കളായിരുന്നു അവർ. അവർ വഴിയിലൂടെ പോകുമ്പോൾ ആളുകൾ അനുഗ്രഹം വാങ്ങാൻ തിക്കിത്തിരക്കുമായിരുന്നു. പക്ഷെ ഇവർ തമ്മിൽ കാണുമ്പോൾ അവരെന്തു ചെയ്യുമെന്നോ? തെരുവിലിരുന്ന് പരസ്യമായി കുപ്പിയിൽ നിന്ന് വീഞ്ഞു കുടിക്കും. ഹഹാ, അതെ, ശരിക്കും മദ്യപിക്കുകയല്ല, മറിച്ച് തങ്ങൾ വലിയ വിശുദ്ധരൊന്നുമല്ല, വെറും പാപികളാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അവരങ്ങനെ ചെയ്തിരുന്നത്. തങ്ങൾക്ക് കിട്ടുന്ന സൽപ്പേര് ഇല്ലാതാക്കാൻ അവർ തന്നെ ഒരു നാടകം കളിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് ആളുകൾ PR ഏജൻസികളെ വെച്ച് ഇമേജ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവര് സ്വന്തം ഇമേജ് തകർക്കാൻ ശ്രമിച്ചു. അതെ, അതവരുടെ ഹൃദയവിശാലതയും എളിമയുമാണ് കാണിക്കുന്നത്. ഈ വലിയ ബുദ്ധിജീവികൾക്ക് പുസ്തകങ്ങളിൽ നിന്ന് കിട്ടാത്ത വലിയൊരു ജ്ഞാനം ഫെലിക്സിനുണ്ടായിരുന്നു. തനിക്കാകെ 6 അക്ഷരങ്ങളെ അറിയൂ എന്ന് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു. വെറും 6 അക്ഷരങ്ങളോ? അദ്ദേഹം അക്ഷരാഭ്യാസമില്ലാത്ത ആളല്ലേ? പിന്നെ അതേതൊക്കെയാണ്? അത് വളരെ രസകരമായ ഒരു രൂപകമാണ്. അദ്ദേഹം പറഞ്ഞത് തനിക്ക് 5 ചുവന്ന അക്ഷരങ്ങളും 1 വെളുത്ത അക്ഷരവും മാത്രമേ അറിയൂ എന്നാണ്. ഓ, ഇതിനൊരർത്ഥമുണ്ടല്ലോ. അതെ, 5 ചുവന്ന അക്ഷരങ്ങൾ എന്നത് യേശുക്രിസ്തുവിന്റെ ശരീരത്തിലെ 5 മുറിവുകളെയാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു വെളുത്ത അക്ഷരം പരിശുദ്ധ കന്യാമറിയത്തെയും. ഈ ലളിതമായ കാഴ്ചപ്പാടിലൂടെയാണ് അദ്ദേഹം ലോകത്തെ കണ്ടത്. മനോഹരമായ ചിന്ത. ഒരു ദിവസം ഭിക്ഷയാചിക്കുന്നതിനിടയിൽ അദ്ദേഹം ഒരു പ്രശസ്തനായ വക്കീലിന്റെ വീട്ടിലെത്തി. അവിടെ അലമാര നിറയെ വലിയ വലിയ നിയമപുസ്തകങ്ങളും തത്വചിന്തകളും ഇരിക്കുന്നത് ഫെലിക്സ് കണ്ടു. ആ വലിയ പുസ്തകശേഖരത്തിന് മുകളിലായി ഒരു ചെറിയ കുരിശുരൂപവും ഉണ്ടായിരുന്നു. ഫെലിക്സ് ആ വക്കീലിനോട് പറഞ്ഞ വാചകം,
നമ്മൾ കേൾക്കുന്ന ഈ ഓരോരുത്തരും എപ്പോഴും ഓർക്കേണ്ടതാണ്. അദ്ദേഹം ആ പുസ്തകങ്ങളിലേക്കും കുരിശിലേക്കും നോക്കി പറഞ്ഞു, കുരിശിനെ മനസ്സിലാക്കാത്തവന് ഈ പുസ്തകങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല. എന്നാൽ കുരിശിനെ മനസ്സിലാക്കുന്നവന് മറ്റെല്ലാ പുസ്തകങ്ങളും വളരെ എളുപ്പത്തിൽ മനസ്സിലാകുമെന്ന്. വാവ്, എന്തൊരു വലിയ തിരിച്ചറിവാണത്! ആലോചിച്ചു നോക്കൂ, ലോകത്തിലെ എല്ലാ അറിവുകളും ആ ചെറിയൊരു സത്യത്തിന് താഴെയാണെന്ന് അക്ഷരമറിയാത്ത ഒരാൾ ഒരു വലിയ ബുദ്ധിജീവിയെ പഠിപ്പിക്കുകയാണ്. ശരിയാണ്. മാത്രമല്ല, ഈ സാധാരണ മനുഷ്യൻ സാക്ഷാൽ സിക്സ്റ്റസ് അഞ്ചാമൻ മാർപ്പാപ്പയെപ്പോലും ഉപദേശിച്ചു എന്നത് ചരിത്രസത്യമാണ്. അദ്ദേഹം മാർപ്പാപ്പയാകുന്നതിനു മുൻപ് ഫെലിക്സ് അദ്ദേഹത്തോട് മുഖത്തു നോക്കി പറഞ്ഞു, നിങ്ങൾ നാളെ മാർപ്പാപ്പയാകണമെങ്കിൽ ആ പണി വളരെ കൃത്യമായി ചെയ്യണം, അല്ലെങ്കിൽ വെറുമൊരു സാധാരണ സന്യാസിയായി തുടരുന്നതാണ് സഭയ്ക്ക് നല്ലത് എന്ന്. വലിയ ധൈര്യം തന്നാണത്. അതെ, ഏറ്റവും വലിയ അറിവ് എന്നത് തലച്ചോറിൽ സൂക്ഷിക്കുന്ന വിവരങ്ങളല്ല, മറിച്ച് അത് ജീവിച്ചു കാണിക്കുന്നതിലാണെന്ന് ഈ അക്ഷരമറിയാത്ത മനുഷ്യൻ ലോകത്തെ പഠിപ്പിച്ചു. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ബുദ്ധിജീവികളായ സഭാപിതാക്കന്മാരും കർമ്മനിരതനായ വിശുദ്ധ ഫെലിക്സും തമ്മിൽ വലിയ വൈരുദ്ധ്യമുണ്ട്. എന്നാൽ അവരൊരിക്കലും പരസ്പരം എതിരാളികളായിരുന്നില്ല, മറിച്ച് പരസ്പരം പൂർണ്ണമാക്കുന്നവരായിരുന്നു. അതായത് രണ്ടു പേർക്കും അവരുടേതായ റോളുകളുണ്ട്. എന്നാൽ ആ സ്ട്രക്ചറിന് ജീവനും ഹൃദയമിടിപ്പും നൽകാൻ ഫെലിക്സിനെ പോലെയുള്ള സാധാരണക്കാരും വേണമായിരുന്നു. സങ്കീർണമായ തിയറികൾ എപ്പോഴും പ്രായോഗിക ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ തെരുവുകളിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് അതിന് പൂർണ്ണത കൈവരുന്നത്. വളരെ കൃത്യമായി പറഞ്ഞു. ഇത് കേൾക്കുന്ന നിങ്ങളെ സംബന്ധിച്ചും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. നിങ്ങൾ ഒരുപക്ഷേ ഒരു വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച് ഗവേഷണം ചെയ്ത് സങ്കീർണമായ കോഡുകൾ എഴുതുന്നൊരു ബുദ്ധിജീവിയാകാം. അല്ലെങ്കിൽ പുതിയ വലിയ തിയറികളൊന്നും അറിയില്ലെങ്കിലും തനിക്കറിയാവുന്ന കാര്യങ്ങൾ സത്യസന്ധമായി പ്രായോഗികമായി ചെയ്തു പഠിക്കുന്ന, ഫീൽഡിലിറങ്ങി ജോലി ചെയ്യുന്ന ആളാകാം. അതെ. ഇതിലേത് രീതിയായാലും അതിൻ്റെതായ വലിയ മൂല്യമുണ്ട്. ബുദ്ധിയും കർമ്മവും ഒന്നിച്ചു പോകുമ്പോഴാണ് ഏതു വലിയ പ്രസ്ഥാനവും വിജയത്തിലെത്തുന്നത്. കേവലം അറിവ് നേടുന്നതിലല്ല, അത് മനുഷ്യർക്കിടയിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ലോകം പ്രവർത്തിക്കുന്നത് വെറും സിദ്ധാന്തങ്ങൾ കൊണ്ടല്ല, ആ സിദ്ധാന്തങ്ങളെ ജീവിതത്തിൽ പകർത്തുന്ന നിങ്ങളെപ്പോലുള്ള മനുഷ്യരിലൂടെ കൂടിയാണ്. അതെ, ഫെലിക്സ് എന്ന ആ സാധാരണ കർഷകൻ തെളിയിച്ചു തന്നത് ആ വലിയ സത്യമാണ്. അപ്പോൾ നമ്മൾ ഈ ആഴത്തിലുള്ള പഠനം അവസാനിപ്പിക്കുന്നതിനു മുൻപ് നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു പുതിയ ചോദ്യം ഞാൻ നൽകാം. ഇന്നത്തെ ദിവസം എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് സ്വന്തമായി ആലോചിച്ചു നോക്കുക. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിനെക്കുറിച്ച് ഭാവിയിൽ ഒരു പുസ്തകം എഴുതപ്പെട്ടാൽ അതെങ്ങനെയായിരിക്കും? അത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള വലിയ വലിയ സാങ്കേതിക പദങ്ങൾ നിറഞ്ഞ ഒരു സങ്കീർണമായ തിയറി പുസ്തകമായിരിക്കുമോ? അതോ എളുപ്പത്തിൽ വായിച്ചെടുക്കാവുന്ന, മറ്റുള്ളവർക്ക് പ്രചോദനവും ഉപകാരപ്രദവുമാകുന്ന ഒരു ലളിതമായ കഥയായിരിക്കുമോ? നല്ലൊരു ചിന്തയാണത്. നിരന്തരം പുതിയ വിവരങ്ങളും സങ്കീർണതകളും നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന, വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ പുതിയ കാലത്ത് എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ ആ ഡെയോ ഗ്രാറ്റിയാസ്? അതായത് എത്ര വലിയ പ്രതിസന്ധി വന്നാലും നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ലളിതമായ ആ വലിയ തത്വം എന്താണ്? ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. കുറച്ച് വിവരങ്ങൾ കൂടി നിങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഞങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത അന്വേഷണത്തിൽ കാണാം.